لا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا സമാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഫർ മാസത്തിൻ്റെ അവസാന നാളുകളിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഇനി വരാനിരിക്കുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ചർച്ചകളും മദ്ഹുകളുമൊക്കെ സജീവമാവുകയും പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷമാക്കാൻ നാടും നഗരവുമൊക്കെ സജ്ജമായി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ ജീവിതവും ആ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും അതിൽ നാം പിൻപറ്റിയിട്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകളും ആദർശവും തുടർന്നുള്ള ഖുത്ബകളിലും വിശദീകരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്രം നമുക്ക് അറിയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രണ്ട് സന്തതികൾ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും, അതിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ
സന്തതി പരമ്പരയിൽ പെട്ട നബിമാരാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും യൂസുഫ് നബി, ഷുഐബ്, മൂസ, ദാവൂദ്, സുലൈമാൻ, ഈസ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം ആ സന്തതി പരമ്പരയിൽ പെടുന്ന ആളുകളാണ്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് വന്നിട്ടുള്ള ഏക പ്രവാചകൻ, അല്ലെങ്കിൽ ആ സന്തതി പരമ്പരയിൽ നിന്നും വന്നിട്ടുള്ള ഏക പ്രവാചകൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്കറിയാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റൊരു പേരും ആ ജനതയെ വിളിക്കപ്പെടുന്ന പേരും ഒക്കെ നമുക്ക് കഴിഞ്ഞ ഖുത്ബകളിൽ നാം സൂചിപ്പിച്ചതാണ്. അവരുടെ ചരിത്രം നാം വിശദമായി പരിശോധിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഏതൊരു വ്യക്തിയുടെയും ചരിത്രം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ആദ്യമായി അറിയേണ്ടുന്നത് ആ വ്യക്തി ജീവിച്ചിരുന്ന കാലവും ആ കാലഘട്ടത്തിലെ സാമൂഹികമായ അന്തരീക്ഷവും ചുറ്റുപാടുകളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച നിയുക്തനായ ആ നാടും ആ നാട്ടിലെ സാമൂഹികമായ അവസ്ഥയും മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. കാരണം എങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയിൽ കൊണ്ടുവന്ന മാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ചരിത്രം ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്ന് പരിചയപ്പെടുത്തിയ അറബി സാഹിത്യ ഗ്രന്ഥങ്ങളിലെല്ലാം ജാഹിലിയത്ത് എന്ന പദം കൊണ്ട് അടയാളപ്പെടുത്തിയ 6-ാം നൂറ്റാണ്ടിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്നത്. അന്നത്തെ മക്കയിലെ സാമൂഹികമായ അവസ്ഥ എന്ന് പറയുന്നത് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അവർക്കിടയിൽ 10 തരത്തിലുള്ള വൈവാഹിക ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നതായി കാണാം. 10 തരത്തിലുള്ള വിവാഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ പരിചയപ്പെടുത്തുന്ന, അടയാളപ്പെടുത്തുന്ന 10 തരം ഇനങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. നിക്കാഹുൽ മഖ്ത്, നിക്കാഹുൽ ഇസ്തിബ്ലാഹ്, നിക്കാഹുൽ സഫാഹ്, നിക്കാഹുൽ റഹ്ത്ത്, നിക്കാഹുൽ ഷിആർ, നിക്കാഹുൽ മുത്അ, നിക്കാഹുൽ ബദ്ൽ, നിക്കാഹുൽ മുഖാദന, നിക്കാഹുൽ മുലാമദ, നിക്കാഹുൽ മുസാഹാത്ത്. ഇങ്ങനെ 10 പേരുകളിൽ അറിയപ്പെടുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. മുഴുവനും 10ഉം വിശദീകരിക്കുക സാധ്യമല്ല. എന്നാൽ ചിലത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ആ സന്ദർഭം അല്ലെങ്കിൽ ആ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിൽ ഒന്ന് നിക്കാഹുൽ മഖ്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് സൂചിപ്പിച്ചിരുന്നത്, ഒരു പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നിലധികം ഭാര്യമാരുള്ള ആ പിതാവിൻ്റെ ഭാര്യമാരെ അയാളുടെ മൂത്ത സന്തതി വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. വിവാഹം എന്ന് അതിനെ പറയാൻ കഴിയില്ല. കാരണം അവന് പ്രിയപ്പെട്ട ഉമ്മയുടെ സ്ഥാനത്തുള്ള പിതാവിൻ്റെ ഭാര്യമാരിൽ ആരുടെയെങ്കിലും മുഖത്തേക്ക് അവൻ തലയിൽ ധരിച്ചിരുന്ന തട്ടം കൊണ്ടുപോയി ആ സ്ത്രീയുടെ മുഖത്തേക്ക് ഇടുന്നതോടുകൂടി അവൾ അവനോടൊപ്പം ജീവിക്കണം എന്നുള്ളതാണ്. ഇവരിൽ ആരെയും ഇവന് താല്പര്യമില്ല എങ്കിൽ അവൻ്റെ അനുജന്മാർക്കോ ഒക്കെ പണം സ്വീകരിച്ചുകൊണ്ട് വാപ്പയുടെ ഭാര്യമാരെ കൈമാറുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് നിക്കാഹുൽ മഖ്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിക്കാഹുൽ ഇസ്തിബ്ലാ ആണ്. അത് ഒരു ഭാര്യ അവൾ ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയാകുന്നതോടുകൂടി അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് സ്വന്തം ഭർത്താവ് മറ്റൊരു കുലത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ഗോത്രത്തിലുള്ള ഉന്നത കുലജാതനായ ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കാൻ, ശാരീരിക ബന്ധം പുലർത്താൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആ സ്ത്രീ മറ്റൊരാളോടൊപ്പം ശയിക്കുകയും അതിൽ കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്ന അവസ്ഥ, തൻ്റെ മക്കൾ ഉന്നത കുലജാതരായി ജനിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ആളുകൾ സ്വീകരിച്ചിരുന്ന മറ്റൊരു രീതിയാണ് അത്.
മൂന്നാമത്തത് നിക്കാഹു സഫാഹാണ്. അത് ഒരു സ്ത്രീ 10ഓളം പുരുഷന്മാരുമായി ക്ഷയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവൾ അതിൽ ഗർഭധാരണം ഉണ്ടാവുകയും കുട്ടി ജനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾ ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്, ആരിലേക്കാണോ അവൻ്റെ പിതൃത്വം വാദിക്കുന്നത്, അവൻ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ടുന്ന അവസ്ഥ. നാലാമത്തത് നിക്കാഹുൽ ബദിലാണ്. നിക്കാഹുൽ ബദിൽ എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് നിക്കാഹുൽ മുഖാദനയാണ്. അത് ഭർത്താവിന് പുറമെ ഒരു സ്ത്രീ മറ്റൊരാളെ കൂടി അവനോടുള്ള പ്രണയം കൊണ്ട് ഇഷ്ടം കൊണ്ട് വേൽക്കുക എന്നുള്ളതാണ്. അവനോടൊപ്പം ജീവിക്കുകയും ഭർത്താവിരിക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മുടെ നാട്ടിലൊക്കെ വളരെ പൊലിപ്പിച്ച് പറയപ്പെടുന്ന ബെസ്റ്റി എന്ന് പറയുന്ന ആ സമ്പ്രദായത്തിൻ്റെ ഒരു ഇരുണ്ട യുഗത്തിലെ വേർഷനാണ് നിക്കാഹുൽ മുഖാദന എന്ന് പറയുന്ന സംഭവത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സൂചിപ്പിച്ചത് ഇരുണ്ട യുഗം എന്ന് നമ്മൾ വിളിക്കുന്ന അപരിഷ്കൃതരായ ഒരു ജനവിഭാഗത്തിൻ്റെ അധാർമികമായ പ്രവർത്തനങ്ങൾ എന്ന് നാം പറയുന്ന അതേ സംഭവങ്ങൾ തന്നെ, അതേ ജീവിത രീതി തന്നെ വൈവാഹിക രംഗത്തുള്ള അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള അവരുടെ അതേ സമീപനങ്ങൾ തന്നെ പഴയ ആ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി വിപണിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഒരു ലിബറൽ സമൂഹം നമുക്കിടയിൽ വളർന്നു വരുന്നത്, ഇതെല്ലാം പൊടി തട്ടിയെടുത്തുകൊണ്ട് നമുക്കിടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാവുകയും അങ്ങനെ ഒരു സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങളൊന്നും, ഈ അധാർമികതകളൊന്നും ഇന്ന് അതിനെ പരിഷ്കാരം എന്ന പുത്തൻ വാദമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് എങ്കിൽ, ലിബറലിസം എന്ന് പറയുന്ന പുതിയ ഒരു കുപ്പിയിലാണ് അത് വിൽക്കപ്പെടുന്നത് എങ്കിൽ, LGBTQ എന്ന് പറയുന്ന വിവിധ വർണ്ണങ്ങൾ നൽകിയ ഒരു ലൈംഗിക അധാർമികതയുടെ പേരിലാണ് ഇതൊക്കെ നമുക്കിടയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, ഇതിനെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ വേദഗ്രന്ഥം ആ കാലഘട്ടത്തിൽ അഭിസംബോധന ചെയ്യുകയും അവർക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം ഈ അധാർമികതക്കെതിരെ കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ആ ജനതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായി നമുക്ക് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 32-ാമത്തെ വചനം ആ സമൂഹത്തോട്, ഈ രൂപത്തിൽ അധാർമികതയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആ സമൂഹത്തിനോട്, ഈ 10 ഇനത്തിൽ ഒരു വിഭാഗത്തെ മാത്രമാണ്, ഒരു ഇനത്തിനെ മാത്രമാണ് ഇസ്ലാം നിലനിർത്തിയത്. അത് നമുക്ക് ഇന്ന് പരിചയമുള്ള വലിയിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെണ്ണിൻ്റെ സമ്മതത്തോടുകൂടി മഹർ നിശ്ചയിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വിവാഹമാണ്. അതിനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുമാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ, ബന്ധത്തിൽ ആവാൻ പാടുള്ളൂ എന്ന് അവരെ കൽപ്പിക്കുകയും ചെയ്തത്. എന്നിട്ട് അവരോട് പറഞ്ഞു, വൻകിഹു അൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, നിങ്ങളിലെ വിവാഹബന്ധം നിലവിലില്ലാത്ത സ്ത്രീകൾക്കും സ്ത്രീകളെയും അതേപോലെ തന്നെ നിങ്ങളിലെ അടിമകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അവരെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇൻ യകൂനു ഫുഖറാ യുഇനിഹിമുല്ലാഹ്, അവർ ഫക്കീറന്മാരാണ് എങ്കിൽ, അവർ ദരിദ്രന്മാരായതുകൊണ്ട് അവർ വിവാഹം കഴിക്കപ്പെടാതിരിക്കുകയും അവരുടെ ലൈംഗികമായ ചോദനകളെയെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അവർ പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗമായി അവരുടെ ശരീരത്തെ കാണുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അതിന് നിൽക്കാതെ അവരെ വിവാഹം കഴിച്ച് അയക്കുകയും അവർക്ക് ആ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള ഇടമായി അവരുടെ വിവാഹബന്ധത്തെ മാറ്റിയെടുക്കുകയും അവർക്ക് ദാരിദ്ര്യമാണ് അവർ ഭയപ്പെടുന്നത് എങ്കിൽ അള്ളാഹു അവരെ ധന്യതയിൽ എത്തിക്കും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നിട്ട് തുടർന്ന് ഖുർആൻ അവരോട് പറഞ്ഞത്, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗായിൻ അറദിന തഹസ്സുനൻ ലിതബ്തഗു അറദൽ ഹയാത്തിദ് ദുനിയ, ഇനി ദുനിയാവിലെ വിഭവങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിലെ യുവതികളായ ആളുകളെ ഈ മ്ലേച്ഛവൃത്തി ചെയ്യുന്നതിനു വേണ്ടി,
ഈ അധാർമികത പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യരുത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു വെക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ സ്ത്രീക്ക് കൃത്യമായ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്ന നിയമങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതായി കാണാൻ കഴിയും. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികളെ വിളിച്ച് അവരെ കൽപ്പിക്കാൻ, അവരോട് പറയാൻ ആവശ്യപ്പെടുന്ന വചനം നമുക്ക് കാണാം. വഖുൽ ലിൽ മുഅ്മിനാത്തി, പ്രവാചകരെ വിശ്വാസിനികളായ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അവരോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവർ അവരുടെ കാഴ്ചയെ താഴ്ത്തണമെന്ന്, അവരുടെ നോട്ടത്തെ താഴ്ത്തണമെന്ന്. നോക്കൂ നിങ്ങൾ, വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ പുറത്തിറങ്ങി തോന്നിയതുപോലെ നടന്നതുപോലെ നിങ്ങൾ നടക്കരുത് എന്നും, എന്നാൽ നിങ്ങൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, വിശ്വാസിനിയായ ഒരു പെണ്ണ് ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുമുള്ള കൃത്യമായ കാഴ്ചപ്പാട്, കൃത്യമായ നിയമം ഇസ്ലാം അവർക്ക് മുന്നിൽ വരച്ചു വെച്ചു കൊടുത്തു. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവർ അവരുടെ കാഴ്ച, ദൃഷ്ടി താഴ്ത്തിക്കൊണ്ട് വേണം നടക്കാൻ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അതോടൊപ്പം തന്നെ അവരുടെ ലൈംഗിക വിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കുകയും വേണം. വലാ യുബ്ദീന സീലതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അല്ലാഹു അനുവദിച്ചതല്ലാത്ത എല്ലാം അവർ മറക്കുകയും വേണം അവരുടെ ഔറത്തിൽ നിന്ന്, മുഖവും മുൻകൈയും ഒഴികെ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതല്ലാത്തതെല്ലാം മറച്ചു വേണം ഒരു സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ. അതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞത് വലിയദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവർ അവരുടെ മുഖമക്കനകളെ അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടുക കൂടി വേണം. അഥവാ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് ആ സ്ത്രീയെ കാണുമ്പോഴേക്ക് അവരിലേക്ക് ആകർഷണീയത തോന്നുന്ന എല്ലാ ഭാഗങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് വേണം അവൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ എന്ന് കൃത്യമായി അവരെ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഗൂലതിഹിന്ന, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടുന്നതായ ചില ആളുകളുണ്ട്. ഭർത്താവ് മുതൽ ഇങ്ങനെ എണ്ണി ഇങ്ങോട്ട് താഴെ മഹ്റമുകളായ, വിവാഹബന്ധം പാടില്ലാത്ത നിഷിദ്ധമായ കുറേ ആളുകളെ അതിനെ തുടർന്ന് എണ്ണിവെക്കുന്നുണ്ട്. അവരുടേതല്ലാത്ത മറ്റു പുരുഷന്മാരുടെ, അന്യ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഈ പറയപ്പെട്ടതൊക്കെ മറച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് കൃത്യമായ ഒരു ഡ്രസ് കോഡ്, അതിനുമപ്പുറം ഒരു സാമൂഹികമായ ഇടപെടലിൻ്റെ കൃത്യമായ ഒരു വശം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടും നിന്നില്ല. പിന്നീട് ആ ആയത്തിൻ്റെ അവസാനം പറയുന്നത് വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ ഉറച്ചു വെച്ച് നിങ്ങളുടെ പാദസരം കിലുങ്ങി ആ പാദസര കിലുക്കത്തിൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയുകയും നിങ്ങളുടെ സീനത്ത് അറിയുകയും പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഭൂമിയിലൂടെ ശബ്ദമുണ്ടാക്കി നടക്കരുത് എന്നുകൂടി പറഞ്ഞു. അങ്ങനെ സ്ത്രീക്ക് സംരക്ഷണം നൽകുന്ന, അവൾക്ക് സുരക്ഷിതത്വം നൽകുന്ന കൃത്യമായ ഒരു നിലപാട്, നിയമം വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു. എന്നാൽ ഇത് സ്ത്രീകളോട് മാത്രമല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, എപ്പോഴും ഇവർ വാദിക്കുന്നത് അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് പാട്രിയാർക്കിസമാണ് എന്ന, പുരുഷ ആധിപത്യത്തിൻ്റെ മതമാണ് എന്ന, അതുകൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ കൂടുതൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന് മുൻപ് തന്നെ, സ്ത്രീകളോട് ഇത് പറയുന്നതിന് മുൻപ് തന്നെ പുരുഷന്മാരെ അഭിസംബോധന ചെയ്യാൻ പറയുന്നുണ്ട്. സൂറത്ത് നൂറിലെ തന്നെ 30-ാമത്തെ വചനം, തൊട്ടു മുൻപിലുള്ള വചനം, കുല്ലിൽ മുഅ്മിനീൻ, പ്രവാചകരെ സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരും അവരുടെ കാഴ്ചകൾ താഴ്ത്തി വേണം ഭൂമിയിലൂടെ നടക്കാൻ. അപ്പോൾ പുരുഷനെ എല്ലാം അനുവദിച്ചു കൊടുക്കുകയും എല്ലാ സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുക്കുകയും സ്ത്രീയെ മാത്രം അടിമയാക്കി വെക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ, സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ അല്ല ഇസ്ലാം ചെയ്യുന്നത്. നേരെ മറിച്ച് പുരുഷനോടും പറഞ്ഞു, അവൻ മാന്യമായി വേണം സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ, കാഴ്ച ദൃഷ്ടി താഴ്ത്തി നടക്കണം. വയഹ്ഫളു ഫുറൂജഹും, അവർ അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും വേണം. സ്ത്രീയോടും പുരുഷനോടും ഒരേ കൽപ്പന പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്ത്രീ ഒരു അന്യ പുരുഷൻ്റെ അടുത്ത് ഒറ്റക്കാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖാൽ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ മഅദി മഹ്റമിൻ. ഒരിക്കലും അന്യരായ സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല, തനിച്ചാകാൻ പാടില്ല. ഇല്ലാ ദി മഹ്റമിൻ, അവളോടൊപ്പം അവളുടെ ഒരു മഹ്റമു കൂടി ഉണ്ടായിട്ടല്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇത്തരം നിയമങ്ങളെല്ലാം ആര് അതിലംഘിക്കുന്നുവോ, ഇതിനെയെല്ലാം ആര് കാറ്റിൽ പറത്തുന്നുവോ, അവിടെയെല്ലാം വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സമീപകാലത്ത് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മെ പരിചയപ്പെടുത്തുന്നതും നമ്മളോട് ഉണർത്തുന്നതും ഇത് തന്നെയാണ്. അതുമാത്രമല്ല, യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാലിക്കേണ്ടുന്ന മര്യാദ കൂടി പറഞ്ഞു. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മഹ്റമിനോടൊപ്പം മാത്രമേ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണുവാൻ സാധിക്കും. വളരെ കൃത്യമായ ഒരു സാമൂഹിക നിലപാട്, നിയമം ഇസ്ലാം സ്ത്രീക്കും പുരുഷനും കൃത്യമായി വരച്ചു വെച്ചു കൊടുത്തു. ഇനി ഒരു പെണ്ണെങ്ങാനം മഹ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു വഴിയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് എങ്കിൽ അവളോട് എങ്ങനെ പെരുമാറണം എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പഠിപ്പിച്ചു. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം സൂറത്ത് നൂർ പഠിച്ച ആളുകൾക്കറിയാം, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഹദീസുൽ ഇഫ്കിൻ്റെ ഒരു ഭാഗമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ നടക്കുന്ന ആരോപണത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ആ യുദ്ധസംഘത്തിൽ നിന്ന് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പുറത്തു പോയപ്പോഴേക്ക് പിന്നീട് തിരിച്ചു വരുമ്പോൾ ആ സംഘം അവിടെ നിന്ന് യാത്ര ചെയ്തു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങുന്ന സംഘം അവിടെ നിന്ന് യാത്ര ചെയ്തു പോയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തനിച്ചാകുന്ന സമയത്ത്, അഥവാ മഹ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു മരച്ചുവട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു വന്ന സഫ്വാൻ ബിൻ മുഅത്തൽ സലമി എന്ന് പറയുന്ന ആ സ്വഹാബി ആയിഷ റളിയല്ലാഹു അൻഹയോട് കാണിച്ച മര്യാദയുടെ സമീപനത്തിൻ്റെ ഒരു പാഠമുണ്ട്. ആ ഒട്ടകത്തെ മുട്ടുകുത്തി നിർത്തി കൊടുത്തിട്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു ദൂരേക്ക് മാറി നിന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒട്ടകത്തിൽ കയറിയെന്ന് ഉറപ്പുവന്നതിന് ശേഷം അവിടേക്ക് വരികയും ഒട്ടകത്തിൻ്റെ കയർ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയും ചെയ്തു. അവർക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ ഇറങ്ങേണ്ട സമയങ്ങളിലെല്ലാം ഇതേ സമീപനം സ്വീകരിച്ചു. ഇത്ര കൃത്യമായി ഒരു സ്ത്രീയോട് എങ്ങനെ മാന്യമായി പെരുമാറണം എന്ന്, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും ഇലാ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവൻ ആരോ അവരാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ ഇസ്ലാം ചെയ്തത് സ്ത്രീയെ അവളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു കുടുംബ സംവിധാനത്തിൽ അവളെ ഉൾപ്പെടുത്തുകയും ആ കുടുംബ സംവിധാനത്തിനുള്ളിൽ അവളെ സുരക്ഷിതയായി ജീവിക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ആ കുടുംബ സംവിധാനത്തിലേക്ക് അവൾ വരുമ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ പരസ്പരം അവകാശങ്ങളും കടമകളും ബാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പരസ്പര പൂരകങ്ങളായി ആ കുടുംബത്തെ സുരക്ഷിതമായ ഒരു ഇടമാക്കി വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇസ്ലാം അവൾക്ക് വരച്ചു വെച്ചു കൊടുത്തു. അപ്രകാരം സുരക്ഷിതമായ ഒരു സമൂഹ സൃഷ്ടിപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കുറേ കാലം അങ്ങ് കഴിഞ്ഞപ്പോൾ ആ രൂപത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിപ്പെല്ലാം നടന്നതിന് ശേഷവും ഇന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെയും 20-ാം നൂറ്റാണ്ടുകളിലുമൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇതെല്ലാം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുന്ന, ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന രൂപത്തിൽ വാദങ്ങൾ ഉയർന്നു വരികയും ആ രൂപത്തിൽ സ്ത്രീകളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ. അവർ പറഞ്ഞത് ഇന്ന് സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പാട്രിയാർക്കിസമാണ്, അഥവാ പുരുഷ മേധാവിത്വമാണ്. അവർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് അവൾക്ക് സ്വാതന്ത്ര്യം നൽകാതെ അവരെ വീടുകളിൽ തളച്ചിടുന്നത് എന്ന്. അതുകൊണ്ട് അതിന് എതിരായി സ്ത്രീയുടെ വിമോചനത്തിന് ആവശ്യം ഫെമിനിസമാണ് എന്ന് വാദിച്ച് അതുമായി മുന്നോട്ട് വന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് പല വിധത്തിലുള്ള മാധ്യമങ്ങളും അവർ ഉപയോഗപ്പെടുത്തി. സമൂഹത്തിൽ ഈ ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിന് പല വിധത്തിലുള്ള മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ശബ്ദ കോലാഹലങ്ങളാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമ ഇടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അഥവാ സ്ത്രീയെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ, കുടുംബത്തിൽ നിന്ന് സുരക്ഷിതമായ ഇടത്തിൽ നിന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ, സ്വതന്ത്രമായ ഒരു ലൈംഗികതയിലേക്ക് അവളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച മീഡിയകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് താൻ. അതുകൊണ്ടാണ്
ഒരാൾ ഈ അടുത്തു പറഞ്ഞത്, എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് 10 കുടുംബമെങ്കിലും തകർന്നു കഴിഞ്ഞാൽ, അഥവാ 10 ആരോഗ്യകരമായ പുരുഷ സ്ത്രീ ബന്ധങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ സംതൃപ്തനാണ് എന്ന്. അവിടെ നിന്ന് തന്നെ ലക്ഷ്യം എന്ത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. സുരക്ഷിതമായ ഇടത്തു നിന്ന് സ്ത്രീയെ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധ്യമാവുക എന്ന്. അതുകൊണ്ടാണ് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലിബറൽ സംവിധാനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ, പിന്നീട് പറഞ്ഞു കേൾക്കുന്നത്, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിൻ്റെ പ്രത്യക്ഷ അടയാളമായ അവളുടെ വസ്ത്രം അത് അഴിപ്പിച്ചു വെക്കുകയും അവൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള അവകാശം അവൾക്ക് നേടിക്കൊടുക്കുകയും ചെയ്യണം എന്ന തരത്തിലേക്കാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, സ്ത്രീ അവൾ ഏറ്റവും ആകർഷണീയമായ വസ്ത്രം ധരിച്ചു വരണം എന്ന ആഗ്രഹം ഉള്ളത് ശരിക്കും സ്ത്രീക്കല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള പ്രേരണ സ്ത്രീക്ക് നൽകുകയാണ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരുക്കൂട്ടിയ ഫെമിനിസത്തെ പാട്രിയാർക്കിസം അഥവാ പുരുഷ മേധാവിത്വം ഹൈജാക്ക് ചെയ്യുകയും പുരുഷൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ വരുന്ന രൂപത്തിൽ, സ്ത്രീകളുടെ താല്പര്യങ്ങൾ വരുന്ന രൂപത്തിൽ അവരിൽ കൃത്യമായി ഇടപെടുകയും പുരുഷന് ആവശ്യമായ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്കിറങ്ങുന്ന രൂപത്തിൽ സ്ത്രീയുടെ മനസ്സുകളെപ്പോലും, സ്ത്രീകളുടെ മനസ്സുകളെപ്പോലും, അതിൽ വിദ്യാസമ്പന്നരായ ആളുകളെപ്പോലും ഈ രൂപത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവിടെ വിശുദ്ധ ഖുർആൻ വസ്ത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തി. 7-ാം അധ്യായം സൂറ അഅറാഫിലെ 26-ാമത്തെ വചനം, യാ ബനി ആദം യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും. ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നത് യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നത മറക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പലരും വസ്ത്രം ധരിക്കുന്നത് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്ന വസ്തുത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വരീഷൻ, അത് നിങ്ങൾക്ക് അലങ്കാരവുമാണ്. നിങ്ങൾക്ക് അലങ്കാരവും നിങ്ങളുടെ ഔറത്ത് മറക്കുന്നതിനുള്ള, നഗ്നത മറക്കുന്നതിനുമുള്ള വസ്ത്രമായിക്കൊണ്ടാണ് നാം ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിബാസു തഖ്വ ദാലിക ഖൈർ, നിങ്ങൾ അറിയേണ്ടുന്നത് സൂക്ഷ്മതയുടെ വസ്ത്രമാണ്, നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത് എന്ന്. ഇപ്പോൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ പല ചർച്ചകളിലും നമ്മൾ കേൾക്കുന്നത് ഈ രംഗത്തെ വസ്ത്രം വളരെ മോശമാണ് എന്നാണ്. അത് പറയുന്നത് ഒരുപാട് കാലം ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വനിത കൂടിയാണ് എന്ന് കേൾക്കുമ്പോൾ, പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ മേഖലയിലെ വസ്ത്രം മോശമാണ് എന്ന് പറയുമ്പോൾ പോലും എന്നാൽ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പറയാൻ കഴിയണില്ല. അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. അവിടെയാണ് ഇസ്ലാം കൃത്യമായി ഒരു സ്ത്രീ എന്ത് വസ്ത്രമാണ് സുരക്ഷിതമായി സമൂഹത്തിൽ ജീവിക്കാൻ ധരിക്കേണ്ടുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. എന്നിട്ട് തുടർന്ന് വിശുദ്ധ ഖുർആൻ ഈ വിഷയം പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, യാ ബനി ആദം ലാ യുഫ്തിനന്നകും ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, നമ്മളോട് എല്ലാവരോടും കൂടിയാണ്, നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വർത്തമാനം. ലാ യുഫ്തിനന്നകും ശൈത്വാൻ, ശൈത്വാൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പിതാക്കന്മാരെ, പൂർവ്വപിതാക്കന്മാരെ സ്വർഗത്തിൽ നിന്ന് പിശാച് പുറത്താക്കിയതുപോലെ നിങ്ങളെയും ഫിത്നയിലാക്കി നന്മയുടെ മാർഗത്തിൽ നിന്ന് തിന്മയുടെ പാന്താവിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ. അതിന് പിശാച് എടുത്ത പണി എന്താണെന്ന് കൂടി കൃത്യമായി പറയുന്നുണ്ട്. യൻസിഉ അൻഹുമ ലിബാസഹുമ ലിയുരിയഹുമ സൗആതിഹിമ. യൻസിഉ അൻഹുമ ലിബാസഹുമ, അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. ലിയുരിയ അൻഹുമ സൗആതിഹിമ, അവരുടെ നഗ്നത വെളിവാകും വിധത്തിൽ അവരുടെ വസ്ത്രങ്ങളെ അഴിച്ചു മാറ്റി. എക്കാലത്തും പിശാച് ഫിത്ന ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇത് തന്നെയാണ്. മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞെടുത്ത് അവരെ ഇതല്ല, ഇത് നിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ
അവർക്ക് തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഇത് ശൈത്താൻ്റെ പണി തന്നെയാണ്. എന്നിട്ട് പിന്നീട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ യറൗനഹും. നിങ്ങൾ കാണാത്ത ഒരു പവർ ഗ്രൂപ്പ്, അങ്ങനെയാണ്. ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു, അവനും അവൻ്റെ സംഘവും ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്? മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത ഒരു പവർ ഗ്രൂപ്പ്, ശൈത്താൻ്റെ ഒരു പവർ ഗ്രൂപ്പേ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഉദ്ദേശം നിങ്ങളുടെ വസ്ത്രം അഴിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വസ്ത്രം അഴിപ്പിക്കുക എന്ന് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, വിശുദ്ധ ഖുർആൻ ആ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് ലിബാസു തഖ്വ ദാലിക ഖൈറൻ, തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന്. ഈ വസ്ത്രം അഴിച്ചു വെക്കുന്നതിലൂടെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനിരിക്കുന്ന ഗുണവും തഖ്വ തന്നെയാണ്. അത് തന്നെയാണ് പിശാചിൻ്റെ ആവശ്യവും. എവിടെ തഖ്വ ഇല്ലാതാകുന്നു, എവിടെ ഈമാൻ ഇല്ലാതാകുന്നുവോ അവിടെ അധാർമികതയ്ക്ക് വേരോടുമെന്നും അവിടെ ആ അധാർമികതയുടെ മരം വളർന്ന് പന്തലിക്കുമെന്നും ശൈത്താന് കൃത്യമായ ബോധമുണ്ട്. അപ്പോൾ നമുക്കിടയിൽ ശൈത്താൻ്റെ ഒരു പവർ ഗ്രൂപ്പ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തിരിച്ചറിവ് എന്തുകൊണ്ട് ഇത് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടുകളിൽ അത്തരം സ്വാധീനങ്ങൾ ഉള്ള അല്ലെങ്കിൽ അത്തരം വാദങ്ങൾ ഉള്ള പെൺകുട്ടികൾ വരുന്നുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ സ്ത്രീകളോട് അവർ സംസാരത്തിൽ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ കൂടി പറയുന്നുണ്ട്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ വചനം അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, അന്യരോട് സംസാരിക്കുന്ന സമയത്ത് മൃദുവായി, അവന് നിങ്ങളോട് താല്പര്യം ജനിക്കും വിധത്തിൽ സൗമ്യമായി അവനോട് സംസാരിക്കരുത്. അതിന് കാരണം ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില പുരുഷന്മാരുണ്ട്. അത്തരം ആളുകൾക്ക് നിങ്ങളോട് താല്പര്യം ജനിക്കാൻ, യത്മഉ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആക്രാന്തമുണ്ടാകാൻ എന്നൊക്കെയാണ് അതിനെ പറയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരോടും ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ രോഗമുള്ള ആളുകൾ നിങ്ങളോട് താല്പര്യം ജനിക്കുകയും ആ താല്പര്യ പൂർത്തീകരണത്തിന് നിങ്ങളെ സമീപിക്കാനുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ്. ഇന്ന് നമ്മൾ പത്രവും അതേപോലെ തന്നെ ന്യൂസുമെല്ലാം വെച്ച് നോക്കിയാൽ അങ്ങനെ രോഗമുള്ള ആളുകളുടെ സെൻസസ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓരോ ദിവസവും ഓരോ ആളുകളാണ് രോഗമുള്ളത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നതായി കാണുവാൻ സാധിക്കും. നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് എന്താണെന്ന് പറയുക, നമ്മുടെ മേഖലയെ അല്ല ഇത്, നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന മേഖലയെ അല്ല അറിയാം. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ വീടുകളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളിലും നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന യുവാക്കളിലും ലിബറലിസത്തിന് കൊടിപിടിക്കുന്ന മക്കൾ വളർന്നു വരുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല എങ്കിൽ ഈ മേഖലയിൽ ഈ രൂപത്തിൽ ഇന്ന് ഉടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഫാൻ ബോയിയും ഫാൻ ഗേളുമെല്ലാം നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അത് ഇനിയും നമ്മൾ കാണാതെ പോയാൽ വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് താൻ ആരാധിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന ആൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കണമെന്നാണ്, അവരെപ്പോലെ ജീവിക്കണം എന്നാണ്, അവരുടെ ആ ജീവിതശൈലി പിന്തുടരണമെന്നാണ്. ഇങ്ങനെ ഒരു സമൂഹം നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണാതെ പോയിക്കൂടാ. മാതാപിതാക്കൾ പ്രത്യേകിച്ചും നമ്മുടെ പെൺമക്കൾക്കിടയിൽ, നമ്മുടെ ആൺകുട്ടികൾക്കിടയിലുമെല്ലാം ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വളർന്നു വരുന്നുണ്ട്. അവിടെ ആരെയാണ് അവർ റോൾ മോഡലാക്കേണ്ടത് എന്ന് കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. നിങ്ങളുടെ റോൾ മോഡൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ ആയത്ത് ഓതി വെച്ചത്. ലഖദ് കാന ലക്കും
ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുള്ളത് പ്രവാചകനിലാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ, ആ പ്രവാചകനെ കുറിച്ച് പഠിക്കാനോ ആ പ്രവാചകൻ്റെ ജീവിതം പകർത്താനോ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പഠിക്കുന്നിടത്ത് നമ്മളില്ല എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മളില്ല എന്നുള്ളതും വളരെ സങ്കടകരമായ അവസ്ഥയാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചർച്ചകൾ നടക്കുന്നിടത്ത്, കൂട്ടങ്ങൾ കൂടുന്നിടത്തെല്ലാം നമ്മൾ സജീവവുമാണ്. നമ്മൾ എന്നുള്ളത് കൊണ്ടുദ്ദേശിക്കുന്നത് ഈ ആശയം അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇത് പേറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. അവർ സജീവമാണ് എന്നുള്ളതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള വിത്തുകൾ വളരുന്നുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിനെ ഏറെ സ്മരിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തമ മോഡൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നവരാരോ അവർക്കാണ്. വൽയൗമൽ ആഖിർ, അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുന്നവനാരോ അവർക്കാണ്. വദക്കറല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരാരോ അവർക്കാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഈ ഗുണങ്ങളുള്ളവരാണ്. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഗുണങ്ങളുള്ളവരാണ്. അവർ അള്ളാഹുവിനെയും അള്ളാഹുവിനെ തുടർന്ന് പരലോകത്തെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരുടെ റോൾ മോഡൽ പ്രവാചകനാകണം. ആ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുത്ബകളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന അധാർമികതകൾ തിരിച്ചറിഞ്ഞ് അതിൽ ധർമ്മം കണ്ടെത്തി ധർമ്മത്തിനോടൊപ്പം നിൽക്കാൻ, വീട്ടിൽ ആ ധർമ്മം സ്ഥാപിച്ചെടുക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധമുള്ള ഒരു ആദർശ വിശദീകരണ ആദർശ സംവാദ പരിപാടി ഈ 1-ാം തീയതി 2:30 മുതൽ ജെൻഡർ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രമുഖരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആദർശം മനസ്സിലാക്കുവാനും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ആ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മുടെ സംശയങ്ങൾ തീർത്തു തന്നെ ദൂരീകരിച്ചു കൊണ്ട് തന്നെ അത് മനസ്സിലാക്കുവാനുള്ള അവസരമാണ്. കഴിവിൻ്റെ പരമാവധി എല്ലാവരും ആ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാരീരികമായ അസ്വസ്ഥതകളുള്ള, ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഹൃദയ സംബന്ധമായ രോഗം കാരണത്താൽ ഒരു ശാസ്ത്രക്രിയക്ക് വിധേയമാകുന്ന സഹോദരനും എല്ലാം നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ രോഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രോഗത്തിൻ്റെ വേളയിൽ ക്ഷമിക്കാനുള്ള തൗഫീക്ക് അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടുപോയ മലപ്പുറം പുളിക്കലിലുള്ള കുഞ്ഞിക്കോയ മാസ്റ്ററെ പോലെയുള്ള ഈ ആദർശ പ്രബോധന രംഗത്ത് ഇതിൽ സജീവമായി ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന ആളുകൾ അള്ളാഹു അവരുടെ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുകയും നാളെ പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗം നൽകി നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ